ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് 2025 ഓസ്കാർ അവാർഡ്സിൽ മികച്ച ചിത്രത്തിനുള്ള നോമിനേഷൻ ലഭിച്ചിട്ടുള്ള ട്രെയിൻ ഡ്രീംസ് എന്ന സിനിമയെ കുറിച്ചാണ്. സോ ഈ ഒരു സിനിമ വളരെ ബ്യൂട്ടിഫുള്ളും അതുപോലെ ഇമോഷൻസ് നിറഞ്ഞതും അതുപോലെ പോയറ്റിക്കും ആയിട്ടുള്ള ഒരു ഡ്രാമ ചിത്രമാണ്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ക്ലിന്റ് ബെന്റ്ലിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രം ഡെന്നിസ് ജോൺസൺ എന്ന് പറഞ്ഞ ഒരു റൈറ്ററിന്റെ നോവലിനെ ബേസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. സോ സിനിമയുടെ കഥ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റോബർട്ട് എന്ന് പറഞ്ഞ ഒരു ആൾ, അദ്ദേഹത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണിത്. പക്ഷേ അത് വളരെ സിനിമാറ്റിക്കലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു സിനിമയിൽ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നു. സോ സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് റോബർട്ട് എന്നാണ്. പുള്ളി വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ജീവിതത്തിൽ ഒരു ട്രോമ സംഭവിച്ചിട്ടുണ്ട് പാസ്റ്റില്. പുള്ളി ഒരു ലോൺലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ ജോലി എന്ന് പറയുകയാണെങ്കിൽ മരം വെട്ടുക, റെയിൽവേ പാളങ്ങൾ പണിയുക, ബ്രിഡ്ജസ് പണിയുക, അത്തരത്തിൽ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ശേഷം പുള്ളി ഗ്ലാഡിസ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാകുന്നു. ശേഷം അവർ വിവാഹിതരായിട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് പോവുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ അവർ പോവുകയാണ്. സോ അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നുണ്ട്. ഈ കുട്ടിയായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. എല്ലാം വളരെ ക്യൂട്ടായിട്ടുള്ള രംഗങ്ങളൊക്കെ ആയിരുന്നു. ശേഷം ഈ പുള്ളിയുടെ ജോലി എന്ന് പറഞ്ഞാൽ സീസണൽ ആയിട്ടുള്ള ജോലിയാണ്. സോ ആ ഒരു ജോലിയുടെ സമയത്ത് പുള്ളി ദൂരെയുള്ള സ്ഥലത്ത് പോയിട്ടാണ് ഈ ഒരു ജോലി ചെയ്യുന്നത്. ശേഷം ആ ഒരു ജോലി കഴിയുമ്പോൾ പുള്ളി വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു ജീവിതം പുള്ളി നയിച്ചു പോകുന്ന സന്ദർഭത്തിൽ പുള്ളിയുടെ ജീവിതത്തിൽ ഒരു ട്രോമ സംഭവിക്കുകയാണ്. ശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. സോ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമ എടുക്കാൻ സിനിമയിൽ വലിയ ഹൈ പോയിന്റ്സോ അല്ലെങ്കിൽ വലിയ ടേണിങ്ങോ ട്വിസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണമെന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇതിനകത്തുള്ള. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതമാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് വിഷ്വലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്ന ആളുകൾക്ക് യാതൊരു വിധത്തിൽ മടുപ്പടിക്കാതെ, എന്നാൽ അവരിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ പറയാൻ ഇതിന്റെ ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഇതിലെ ലീഡ് ആയിട്ടുള്ള ആക്ടറിന്റെ പെർഫോമൻസ്. റോബർട്ട് എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ജോയൽ എഡ്ഗർട്ടൺ ആണ്. പുള്ളി കിഡിലിനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെ ആ ഒരു സിനിമയിൽ അദ്ദേഹം ആ ഒരു റോള് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിലെ ബാക്കി കഥാപാത്രങ്ങളും എല്ലാം നന്നായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു കഥാപാത്രം അനാവശ്യമായിട്ട് തോന്നിയില്ല. നല്ല നല്ല ബ്യൂട്ടിഫുൾ മൂമെന്റ്സും ഇമോഷണലി നമുക്ക് കണക്ട് ആവുന്ന കുറെ കാര്യങ്ങളും, കണക്ട് മീൻസ് നമുക്ക് ഇമോഷണലി തോന്നുന്ന കുറെ കാര്യങ്ങളും എല്ലാം ഈ ഒരു സിനിമയിൽ ഉണ്ട്. പിന്നെ ഈ സിനിമയുടെ മറ്റൊരു പ്രധാന പോസിറ്റീവ് എനിക്ക് തോന്നിയത് ഇതിന്റെ സിനിമാറ്റോഗ്രഫി തന്നെയാണ്. ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ നോർമൽ മൂവീസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ ഫ്രെയിമിംഗ് ഒക്കെ നല്ല രസമായിരുന്നു. അതായത് കൂടുതലും എംപ്റ്റി സ്പേസസ് ഒക്കെ ഇട്ടിട്ടുള്ള ഫ്രെയിംസ് ആണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. ഫ്രെയിംസിൽ ഒബ്ജക്ട്സ് തിക്കി നിറയ്ക്കാതെ വളരെ മിനിമൽ ആയിട്ടുള്ള ഫ്രെയിംസ് ആണ്. എന്നാൽ നല്ല ഭംഗിയായിരുന്നു അതെല്ലാം കണ്ടിരിക്കാനായിട്ട്. അതിന്റെ ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു ദൃശ്യ അനുഭവം നൽകാനായിട്ട് ഇതിന്റെ ആ ഒരു സിനിമാറ്റോഗ്രഫിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിന്റെ മ്യൂസിക്കും പിന്നെ എഡിറ്റിങ്ങും ബാക്കി ടെക്നിക്കൽ സൈഡും എല്ലാം. സോ പിന്നെ ഈ ഒരു സിനിമയിൽ ഡയലോഗ്സ് ഒക്കെ വളരെ കുറവാണ്. ഒരു ഡയലോഗ്സിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു സിനിമയിൽ നറേഷൻ ആണ് വരുന്നത്. ഈ സിനിമയിൽ നറേഷന് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് വിൽ പാറ്റൺ എന്ന് പറഞ്ഞൊരു ഒരാളുടെ വോയിസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അതും ഈ ഒരു സിനിമയ്ക്ക് ഒരു പോയറ്റിക് അപ്രോച്ച് നൽകുന്നതിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ആകുമ്പോൾ സിനിമ ഒരു കംപ്ലീറ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു വോയിസിൽ കുറെ കാര്യങ്ങൾ നറേഷനൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ. സോ ഈ ഒരു സിനിമ 2 മണിക്കൂറൊക്കെ ഡ്യൂറേഷൻ ഉള്ളൂ. ഇത് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഈ സ്ലോ ആയിട്ടുള്ള ഇമോഷണലി കണക്ട് ആവുന്ന സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിൻ ഡ്രീംസ് എന്ന് പറഞ്ഞ ഈ സിനിമ കണ്ടു നോക്കുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക.